ഫ്രണ്ട്സ്, നമ്മൾ കാലിക്കറ്റ് ഹെറിറ്റേജ് വാക്കിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ക്ലോസിംഗ് ആണ്. അതിൽ ഇപ്പം നമ്മുടെ സംസമിലാണ് നമ്മളെ ഡിന്നർ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ഭക്ഷണം. താങ്ക് യു സംസം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഹെറിറ്റേജ് വാക്കിന് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഫ്രണ്ടാണ്. ഇവർ മീഡിയ അക്കാഡമിൻ്റെ നമ്മുടെ മീഡിയ അക്കാഡമിൻ്റെ അലുമിനിയാണ് അല്ലേ? ഇവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഹെറിറ്റേജ് വാക്കിൻ്റെ ഭാഗമാവുന്നത് അല്ലേ? കാലിക്കറ്റ് മുന്നേ കണ്ട കോഴിക്കോടും ഇനി കാണാൻ പോകുന്ന കോഴിക്കോടും തമ്മിൽ എങ്ങനെ ആയിരിക്കും? കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ഇതിന്റെ പാർട്ടായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് വെറും ഫുഡ് മാത്രമല്ല, ഒരുപാട് വൈവിധ്യങ്ങളുള്ള കമ്മ്യൂണിറ്റികളുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു പള്ളികളെ പറ്റിയിട്ടാണെങ്കിലും ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കോഴിക്കോടുണ്ട്. അപ്പോൾ കോഴിക്കോട് ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പം നമ്മൾ നടന്നു വന്നപ്പോൾ തന്നെ ഇത്രയും വഴികളുണ്ടോ ഇതിലെ അല്ലേ? നമുക്ക് തന്നെ തോന്നിപ്പോയി. അപ്പം ഹൽവ ബസാർ, അതുപോലെ തന്നെ പള്ളി, സിൽക്ക് സ്ട്രീറ്റ്, ഗുജറാത്തി സ്ട്രീറ്റ്, അതിലൂടെ കൂടെ നടന്ന് അതെ ബോറ കമ്മ്യൂണിറ്റി. ഇപ്പൊ ജൈന നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ജൈന, അതുപോലെ തന്നെ അത് തന്നെ നമ്മൾ മറ്റേ ഇറാനിന്റെ ഒരു ഇത് കണ്ടില്ലേ? അതൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കോഴിക്കോടിനുള്ളിൽ ഇത്രയും സംഭവങ്ങളുണ്ട്. കോഴിക്കോടിന്റെ ശരിക്കുള്ള ഭക്ഷണത്തിന്റെ ഒരു കൾച്ചർ വരുന്നത് തന്നെ ഈ ഒരു പിന്നാമ്പുറമുള്ള ചരിത്രങ്ങളാണ്. ആ ചരിത്രങ്ങളാണ് ഭക്ഷണമായിട്ട് ഇതിനെ പുറത്തേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത്. ശരിക്കും അതിന്റെ എക്സ്പോഷർ ആയിട്ടാണ് ഫുഡുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഏത് ഭക്ഷണം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടും, അത് കഴിക്കാനും ആളുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ അറബ്സ് ഉണ്ട്, അതുപോലെ തന്നെ കേരള, അങ്ങനെ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. എനിക്കൊന്ന് ഇത്രയും കമ്മ്യൂണിറ്റികൾ ഇവിടെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. പാഴ്സികളുണ്ട്, ഞങ്ങൾ പാഴ്സ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ പോയിട്ടില്ല. പാഴ്സി, ജൈന, ബോറ, അവരുടെ കമ്മ്യൂണിറ്റീൻ്റെ ആ ഒരു കൾച്ചർ മാത്രമല്ല, ഓരോ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ. ഇപ്പോൾ ജിഫ്രി ഹൗസിൽ പോയ സമയത്ത് അവിടെ പോയ സമയത്ത് നമ്മൾ കണ്ടില്ലേ, ആ ഒരു വീടിന്റെ 300 കൊല്ലം പഴക്കം എന്നാണ് പറഞ്ഞത്. അതുപോലെ ആ പള്ളി, അതുപോലെ അവരുടെ വീടുകൾ. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടുകാർക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആർക്കും ഇത് അറിയില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള എല്ലാവരും ഇത് എക്സ്പ്ലോർ ചെയ്യണം. വെറും ഫുഡ് മാത്രം നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ പോരാ. ഈ ഒരു വാക്കിലൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും മാക്സിമം ഇങ്ങനത്തെയുള്ള വാക്കിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് ചരിത്ര പ്രാധാന്യമുള്ള ഇത് കേട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന സാധനങ്ങളാണ് കോഴിക്കോടുള്ളത്. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി അല്ലേ? ഭയങ്കര സൂപ്പറായിരുന്നു. ഇത് നമുക്ക് പറയാനുള്ളത് മറ്റൊന്ന്, നമ്മൾ ചരിത്രങ്ങളെ വിസ്മരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ സമാധാനങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ പലതും നഷ്ടപ്പെടാൻ സാധ്യമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ചരിത്രങ്ങളെ വിസ്മരിച്ചു പോകുമ്പോൾ. അതുകൊണ്ട് ചരിത്രങ്ങളെ വീണ്ടെടുക്കാൻ ഇതുപോലുള്ള യാത്രകളിൽ പങ്കാളിയാകാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഏതായാലും ഈ ഹെറിറ്റേജ് വാക്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തത്, നമുക്ക് ലീഡ് ചെയ്തതോ മിസ്റ്റർ രജീഷ് രാഘവാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. അവരെ ബന്ധപ്പെടാൻ, ചരിത്രങ്ങൾ അറിയുക, പഠിക്കുക, ഇത് വരും തലമുറയ്ക്ക് പാസ് ചെയ്യുക.